മറ്റൊരു വാർത്ത കണ്ണൂർ വളപട്ടണത്ത് നിന്നാണ്. വളപട്ടണത്തെ വൻ കവർച്ചയിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനാവാതെ പോലീസ്. വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ നിന്നും 1 കോടി രൂപയും 300 പവനുമാണ് കവർന്നത്. അതായത് ഏതാണ്ട് 2-3 കോടി രൂപയ്ക്ക് അടുത്തുള്ള പണം കവർന്നു എന്നതുകൂടി. 3 കോടി രൂപയുടെ പണം പോയി, അല്ലെങ്കിൽ അതിനുള്ള മുതല് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മോഷണം നടത്താൻ വീടിനകത്ത് കയറിയത് ഒരാൾ മാത്രമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 40 മിനിറ്റിനുള്ളിൽ മോഷണം നടത്തി പ്രതി രക്ഷപ്പെട്ടെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രത്യേക രീതിയിലുള്ള ലോക്കർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തുറക്കാനായതിലും ദുരൂഹതയുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് ലോക്കർ വീട്ടിലെത്തിച്ചത്. അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, നമ്മുടെ നാടിനെ ഞെട്ടിപ്പിച്ച ഒരു മോഷണമാണ്. കാരണം 1 കോടി രൂപയൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക, 300 പവനൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് പല വീടുകളിലും സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അത് കണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത്രയധികം പണവും സ്വർണവും ഒക്കെ ആരുടെയെങ്കിലും ഒക്കെ പക്കലുണ്ട് എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ കള്ളൻ. അതെവിടെ സംഭവിച്ചിരിക്കുന്നു, പക്ഷെ ആളെ പിടികൂടാനുമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കൃത്യമായി ഈ വീടും അതുപോലെ തന്നെ വീട്ടുകാരെയും അറിയുന്നവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ മോഷ്ടാവ് വീടിനകത്ത് കടന്നിരിക്കുന്നത്. അതായത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 40 മിനിറ്റ് കൊണ്ട് ഈ കവർച്ച നടത്തി ഇത്രയും വലിയ തുക ഈ ലോക്കറിൽ നിന്നും, അത് വളരെ പ്രയാസപ്പെട്ട് തുറക്കാൻ പറ്റുന്ന ലോക്കർ 40 മിനിറ്റിനകം തുറന്ന് ഈ 300 പവനും അതുപോലെ തന്നെ 1 കോടി രൂപയും കൈക്കലാക്കി വീട്ടിൽ നിന്നും ഇയാൾ പുറത്തേക്ക് പോകുന്നു. അത് മാത്രമല്ല, പിന്നീട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഈ മോഷ്ടാവ് ഇതേ വീടിനകത്ത് തന്നെ കയറി എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേ മോഷ്ടാവ് വീണ്ടും ആ വീട്ടിലെത്തുന്നു. തന്റെ ഏതെങ്കിലും സാധനം മറന്നു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആയിരിക്കാം എത്തിയതെന്നാണ് പോലീസ് നിഗമനം. ഏതായാലും ഈ ലോക്കർ ഉണ്ടാക്കിയ കമ്പനി അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത്തരത്തിൽ ലോക്കർ വാങ്ങിയത്. ആ സ്ഥലത്ത് ലോക്കർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംഘം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. 300 പവനും 1 കോടി രൂപയും ഇത്തരത്തിൽ മോഷണം പോയി എന്നത്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ തുക ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഏതായാലും ഉടമ അഷ്റഫ് പരാതി നൽകിയിരിക്കുന്നത് ഈ 1 കോടി 300 പവൻ എന്നാണ്. എന്നാലും ഈ കവർച്ച മോഷ്ടാവിനെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ 10 ദിവസമായിട്ടും ഈ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിയെക്കുറിച്ചുള്ള വലിയ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിറയെ CCTV ക്യാമറകളുള്ള ഒരു വലിയ വീട്, അവിടെ കുടുംബം ഇത്ര ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ കൃത്യമായി വീടിനകത്ത് കയറുന്നു. പിന്നീട് കവർച്ച നടത്തി അതേ ആൾ തന്നെ പിന്നീട് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് വീണ്ടും അതേ വീട്ടിൽ കയറി തന്റെ ഏതെങ്കിലും വസ്തുക്കൾ ഇതിനകത്ത് മറന്നു വെച്ചിട്ടുണ്ടോ എന്നോ ആ രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. അതിൽ നിന്നൊക്കെ പോലീസിന് കൃത്യമായി മനസ്സിലായത് ഈ വീടുമായി കൃത്യമായി അടുപ്പമുള്ള, അതായത് വീട്ടുകാർ ഇത്ര ദിവസം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു വരൂ എന്നൊക്കെ അറിവുള്ള ഒരാളാണ് ഈ മോഷ്ടാവ് എന്നാണ്. ഏതായാലും തുടക്കത്തിൽ 2 പേരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ CCTV മുഴുവൻ പരിശോധിച്ചതിൽ നിന്നും ഒരാൾ മാത്രമാണ് ഈ കവർച്ചയ്ക്ക് എത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മുഖംമൂടി ധരിച്ച നിലയിലാണ്. മുഖം ഏതെങ്കിലും തരത്തിൽ മനസ്സിലാവുന്ന തരത്തിലല്ല ഈ മോഷ്ടാവിന്റെ ചിത്രമുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായി CCTV ക്യാമറകളൊക്കെ ഉണ്ട്. അതിൽ നിന്നും പെടാതെ അതൊന്നും തിരിച്ചറിയാത്ത രീതിയിലാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 3 സംഘങ്ങളാക്കി തിരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ ബാംഗ്ലൂരിലെ ലോക്കർ കമ്പനിയിൽ നടത്തുന്ന ഈ അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചതിൽ ഈ മോഷ്ടാവിന്റെ ചിത്രം ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ വീട്ടിലെ CCTV ക്യാമറയാണ് ഇതിൽ നിർണായകമാവുക. ആ CCTV ക്യാമറയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ആദ്യ വിഷ്വൽസും ഒപ്പം 2ാം ദിവസം ഈ വീടിനകത്ത് കയറിയപ്പോൾ 10 മിനിറ്റ് മാത്രമാണ് ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നത്. ഇതേ അടുക്കള ഭാഗം ഗ്രിൽസ് തകർത്ത് തന്നെയാണ് ഇയാൾ അകത്ത് കടന്നത്. 2ാം ദിവസവും അടുക്കള ഭാഗത്തെ ഗ്രിൽസിലൂടെ തന്നെയാണ് വീടിനകത്ത് കടന്നത്. ആ വീടിനകത്ത് ഇയാൾ ഇതിനകത്ത് കയറിയതിനു ശേഷം 10 മിനിറ്റിനകം തിരിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. പിന്നീട് ഇയാൾ ട്രെയിൻ കയറി ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനമാണ് പോലീസ് പറയുന്നത്. അത് ഡോഗ് സ്ക്വാഡ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലും വ്യക്തമായത് അതാണ്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ ഡോഗ് സ്ക്വാഡ് ഈ പോലീസ് നായ മണം പിടിച്ച് എത്തിയത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ മാർഗം ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും ബാംഗ്ലൂരിലെ അന്വേഷണം നിർണായകമാണ്. ഇനി അതായത് ഈ ലോക്കർ എന്ന് പറയുന്നത് ഇത്ര വലിയ, നമുക്കറിയാം, ഇത്ര കോടി രൂപയും ഇത്ര പവൻ സ്വർണവും ഒക്കെ സൂക്ഷിക്കണമെങ്കിൽ ഈ വ്യാപാരിയുടെ ആസ്തി എത്രയാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ആ ലോക്കർ അത് പ്രത്യേക സംവിധാനമാണ്, ആർക്കും പൊളിക്കാനാവാത്ത സംവിധാനമായ ഒരു പക്ഷേ അത്ര സുരക്ഷിതമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു സംവിധാനമാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്നു, അത് തുറക്കാനാവുന്നു, പൊളിക്കാനാവുന്നു. ഈ സുരക്ഷിതത്വമൊക്കെ എന്താണ്, ഈ കള്ളന് വളരെ പെട്ടെന്ന് ഭേദിക്കാനാവുന്നു. അതിൻ്റെ അർത്ഥം ഇത് അങ്ങനെ ഒരു ലോക്കർ ഉണ്ടെന്നും അത് എങ്ങനെ പൊളിക്കാനാകാമെന്നും അതെങ്ങനെ അത് ഉപയോഗപ്പെടുത്താനാകുമെന്നും ഒക്കെ അറിയാവുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ബാംഗ്ലൂരിലേക്ക് കൂടി, അതായത് ലോക്കർ കൊണ്ടുവന്ന കമ്പനിയിലേക്ക് കൂടി, അങ്ങനെയും സാധ്യതകളുണ്ടല്ലോ. അല്ലെങ്കിൽ ലോക്കർ കൊണ്ടുവന്നവരുണ്ടാവാം, ലോക്കർ നിർമ്മിച്ച കമ്പനി ഉണ്ടാകാം, അത്ര അധികം സാധ്യതകൾ കൂടി കിടപ്പുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ പോലീസ് മറ്റു പല ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഈ വലിയ സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കർ എന്നാണ് പോലീസ് പറയുന്നത്. അത് അത്ര പെട്ടെന്നൊന്നും അതിന്റെ താക്കോൽ കിട്ടിയാൽ പോലും തുറക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കറാണ്. അത് അത്ര പെട്ടെന്ന് 40 മിനിറ്റിനകം തന്നെ ഇതൊക്കെ കൈക്കലാക്കി സ്വർണവും പണവും ഒക്കെ ഈ ലോക്കർ തുറന്ന്, ഈ ലോക്കറിന്റെ താക്കോൽ ലോക്കർ തകർത്തല്ല ഈ മോഷ്ടാവ് ഈ പണവും സ്വർണവും അപഹരിച്ചത്. ഈ ലോക്കറിന്റെ താക്കോൽ തൊട്ട് അടുത്ത മുറിയിലെ ഒരു ഷെൽഫിൽ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ അവിടെ നിന്നും ഈ താക്കോൽ എടുത്തതിന് ശേഷം ഈ ലോക്കർ തുറന്നാണ് ഈ സ്വർണവും പണവും ഒക്കെ കൊണ്ടുപോയത്. അത് വലിയ സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കറാണ്. അത് അത്ര പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. അത് താക്കോൽ ഉണ്ടെങ്കിൽ പോലും അത്ര പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത ഒരു ലോക്കർ എങ്ങനെ ഇത്ര വേഗം 40 മിനിറ്റിനകം തന്നെ ഇതൊക്കെ കാര്യം സാധിച്ച് ഈ മോഷ്ടാവ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നതാണ് പോലീസ് ഈ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു കാരണം. ഏതായാലും ഈ ലോക്കർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്നറിയാനാണ് പോലീസിന്റെ ഒരു സംഘം ഏതായാലും അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഈ പ്രതികളെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായി ആ രീതിയിൽ CCTV ക്യാമറകളൊക്കെ ഈ വീടിന് ചുറ്റുമുണ്ട് എന്ന് അറിയുന്ന ഒരാൾ അത് മുഖം മറച്ച് ഏതെങ്കിലും തരത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള നടത്തിയ ഒരു കവർച്ചയാണ്. അത്രയും വലിയൊരു കവർച്ച നടന്നിട്ടും പോലീസിനെ ആ രീതിയിൽ മറ്റ് CCTV ആ പ്രദേശത്ത് എവിടെയൊക്കെ CCTV ക്യാമറകളുണ്ടോ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് ഈ പ്രദേശം നിരീക്ഷിച്ച് ഈ വീട്ടുകാരെ നിരീക്ഷിച്ചതിന് ശേഷം നടത്തിയ ഒരു കവർച്ചയാകാം. അതല്ലെങ്കിൽ ഈ ലോക്കറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഈ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത് ഈ CCTV ക്യാമറയിൽ പതിഞ്ഞ ഈ വ്യക്തി അത് 40 മിനിറ്റ് ആദ്യ ദിവസവും പിന്നീട് രണ്ടാം ദിവസം 10 മിനിറ്റ് ഇതിനകത്ത് ഇയാൾ കയറി അതിന് തെരച്ചിൽ നടത്തി, അതിനുശേഷം ഇയാൾ പിന്നീട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം ദിവസം, അതായത് 22-ാം തീയതി ആയിരിക്കും ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ഏതായാലും കുടുംബം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ വീട് ഇത്തരത്തിൽ തകർത്ത നിലയിലും സ്വർണവും പണവും നഷ്ടപ്പെട്ടതും ഒക്കെ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് വളപട്ടണം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ASPയുടെ നേതൃത്വത്തിൽ 3 അംഗ പ്രത്യേക സംഘം ഇത് രൂപീകരിച്ച് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒന്ന് സംസ്ഥാനത്തിന്റെ അകത്തു നിന്നുള്ള ഒരു തെരച്ചിലാണ്. അതിനുശേഷം ബാംഗ്ലൂരിലും ഒപ്പം തമിഴ്നാട് കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ബൈജു ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. പോയത് ചില്ലറയൊന്നുമല്ല, 1 കോടി രൂപയും 300 പവനും. 300 പവന്റെ ഇപ്പോഴത്തെയൊക്കെ സ്വർണ്ണവില അനുസരിച്ച് എത്ര ലക്ഷം, എത്ര കോടി രൂപയാകുമെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഏതാണ്ട് 57,000 രൂപയുണ്ട് ഒരു പവൻ സ്വർണത്തിന്റെ വില. 300 പവൻ എന്ന് പറയുമ്പോൾ അതും ഏതാണ്ട് 1.25 കോടി രൂപയ്ക്ക് അടുത്ത് വരും. 1 കോടി രൂപയും ഇത്രയും സാധന സാമഗ്രികൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് ഒരാഴ്ചത്തേക്ക് ഈ കുടുംബം ടൂർ പോയത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അപ്പോൾ എല്ലാം അറിയാവുന്ന ഒരാൾ, ഇത്രയധികം പണവും സ്വർണവും അവിടെ ഉണ്ട് എന്നറിയാവുന്ന ഒരാൾ ദാ വരുന്നു. സുഖമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന, അതും ലക്ഷങ്ങൾ വിലയുള്ള ലോക്കർ വളരെ പെട്ടെന്ന് പൊട്ടിച്ച് താക്കോലെടുത്ത് അത് തുറന്ന് സ്വർണവും പണവുമായി കടക്കുന്നു. നമ്മുടെ കേരള പോലീസ് ആകട്ടെ അമ്പരന്ന് പുറത്ത് ഇതാരാണ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സാഹചര്യം. ബൈജു ആണ്